വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് എനിക്ക് 100% ഉറപ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെയർ ഫാളും ഡാൻഡ്രഫും ഒക്കെയുള്ള ടൈമാണ്. അപ്പം നമ്മുടെ ഹെയർ ഫാളിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാനിതിന് യൂസ് ചെയ്തേക്കുന്നത്, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഹെയറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഒണിയൻ, അതായത് നമ്മുടെ സവാള എന്ന് പറയുന്നത്. സവാള നീര് മാത്രം മതി ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഹെയർ സെറോന്നോ എന്ത് വേണേലും നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഒന്നും ഇത് തലയിലേക്ക് തേക്കുന്നത് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര ഇഷ്ടം ഉള്ളതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ ഹെയർ ലോസ് എങ്ങനെയും ഒന്ന് കുറഞ്ഞു കിട്ടണം, അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്മെല്ലൊന്നും നോക്കേണ്ട കാര്യമില്ല, എന്തായാലും നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു സവാള ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് മൊത്തവും നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഹെയറിന് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരു 6 ആഴ്ചയാണ് കേട്ടോ നമ്മുടെ ഈ സവാള നീരിൻ്റെ ഫലം കാണുന്നത്. ഒരു 6 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. സവാള നീര് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സവാളയുടെ നമ്മൾ പൊളിച്ച് കളയുന്ന അതിൻ്റെ തൊലി എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് നമ്മൾ കുറേ സെറമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും കാണാത്തവരൊന്ന് കയറി കാണാം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും യൂസ് ചെയ്യാതാണ് കേട്ടോ ഇത് അരിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. നമ്മുടെ പ്രിമച്വർ ഗ്രേയിങ്ങും നമ്മുടെ ഡാൻഡ്രഫും സ്പ്ലിറ്റൻസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഹെയർ ലോസിനും ഒക്കെ സേഫും നാച്ചുറലും ആയിട്ടുള്ള വേറൊരു ഹോം റെമഡി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് കാരണം യൂസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അപ്പം ഞാൻ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നമുക്ക് ഇന്ന് തന്നെ യൂസ് ചെയ്യാനാണ് കേട്ടോ. ആ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് ഡയറക്റ്റ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ തലയിൽ ഓൾറെഡി എണ്ണയുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചത് കൊണ്ട് തന്നെ ഞാൻ എണ്ണ തേച്ചിട്ടാണ് കുളിച്ചത്. അതുകൊണ്ട് എൻ്റെ തലയിൽ ഇപ്പോൾ ഓൾറെഡി എണ്ണയുണ്ട്. ഇനിയും എണ്ണ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനിപ്പം എണ്ണ തേച്ച് കൊടുക്കുന്നില്ല. എന്തായാലും കുളിക്കാൻ നേരം നമ്മളിത് വാഷ് ചെയ്ത് കളയുമല്ലോ. ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഞാനിത് സ്പ്രേ ബോട്ടിൽ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ എന്തായാലും കയ്യിലും ദേഹത്തൊക്കെ എൻ്റെ സ്മെല്ല് വരും. അതുകൊണ്ട് ഞാനിത് സ്പ്രേ ബോട്ടിലാക്കിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് മൊത്തവും നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഞാൻ ഒരു ഉള്ളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഹെയറിലും അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ഉള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ഫുള്ളായിട്ട് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് എന്തായാലും മസ്റ്റായിട്ട് അത് തലയിൽ തേച്ചതിന് ശേഷം മാത്രം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ആകെക്കൂടെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഇച്ചിങ്നെസ് ഒക്കെ കാണും, ചെറിയ ചൊറിച്ചിലും ഒരു ചെറിയ നീറ്റൽ പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും വകവയ്ക്കേണ്ട കാര്യമില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു കെമിക്കലും അല്ല. അതുകൊണ്ട് തന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് എരിയും, നമ്മുടെ കണ്ണൊന്ന് നീറും. അത് വലിയ പ്രശ്നം ഉള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിലാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, അതായിരിക്കും നല്ലത്. അവർക്ക് എരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ. അതുകൊണ്ട് വലിയവരെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ച് എരിഞ്ഞാലും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടല്ലേ, കുറച്ച് എരിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല ഇനി ഇതിനെപ്പറ്റി, നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ വകഞ്ഞ് മാറ്റിയിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും സൈഡ് വകുപ്പ് എടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഇവിടുത്തെ ഇങ്ങനെ ഹെയർ ഇല്ലാത്തത്. എനിക്കതാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയെടുക്കാത്തത്. എനിക്ക് റോസ്മേരി വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ തീർത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതെന്തായാലും ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
മാക്സിമം കണ്ണ് അടച്ചു വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല എരിവാണ് കേട്ടോ. ഞാൻ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് സമയം. അപ്പം ഞാൻ കരുതി ഇത് തുറന്നിട്ട് ഇത് ഹെയർ ഫുള്ളായിട്ട് തലയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത്തിരി സ്മെല്ലാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഇത് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചു കൊടുക്കാം കേട്ടോ. ഹെയർ കെട്ടി വെച്ചു കൊടുക്കാം. നമുക്കിത് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാം. അതെ, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയറിൽ ഞാൻ അധികം അങ്ങനെ തേച്ച് കൊടുത്തിട്ടുള്ളൂ. ഹെയറിന് ഹസ്ബൻഡ് പോകാൻ ഇത്തിരി പാടായതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിൽ അങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുതിർന്നിരിക്കും കേട്ടോ, കുതിർന്നിരിക്കുന്നുണ്ട്. അപ്പം കയ്യിലൊക്കെ ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. അപ്പം ഇതാണ് അവസ്ഥ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാറ് ഉള്ളത് കൊണ്ട് എനിക്ക് കണ്ണങ്ങനെ ഇരിക്കുന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇച്ചിനെസ് ഒന്നും തോന്നുന്നുമില്ല. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റിസൾട്ട് പക്കയാണ്. റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഒണിയൻ ജ്യൂസ് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട ഹെയർ ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നവരോട് ചോദിച്ചറിയാം അവര് ഈ ഒണിയൻ ജ്യൂസ് എന്തോരം അവരുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഒണിയൻ ജ്യൂസ് എന്തായാലും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പൊ ഇതേ ഫുള്ളായിട്ട് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇറ്റിറ്റ് വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊരു 30 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും കേട്ടോ. അതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിത് ഫ്ലാക്സ് സീഡും ഒക്കെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കണ്ടീഷണർ ഉണ്ട്. ആ കണ്ടീഷണറും പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള താളിയും പിന്നെ കുറച്ച് റൂട്ട്സിന്റെ ഷാമ്പു ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാനിത് വാഷ് ചെയ്ത് കളയാൻ പോകുന്നത്. അപ്പോൾ കണ്ടീഷണർ ഉണ്ടാക്കുന്നത് ഷാമ്പു ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.